പാലക്കാട് വേടന്റെ പരിപാടിയിൽ വലിയ തിരക്ക്. അവസാനം പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം ഉണ്ടായി. തിക്കിലും തിരക്കിലും വിട്ട് 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട് ഗൂഗിൾ, മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്ന പരിപാടിയിലാണ് അല്ലേ വേടന്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുമൊക്കെ വലിയ തിരക്കുണ്ടായി. നേരത്തെ ഒരിടത്ത് വേടൻ എത്താത്തതിൻ്റെ പേരിൽ കാണികൾ മണ്ണുവാരി എറിയുന്നൊക്കെ കണ്ടാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് പോലീസ് പരിഹരിച്ചത്? പരിപാടി പൂർണ്ണമായും നടന്നോ? അതായത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയല്ല, രാവിലെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് വേടന്റെ റാപ്പ് ഷോ ഉണ്ടായിരുന്നു. ഇതിലാണ് വലിയ ജനത്തിരക്കുണ്ടായത്. കോട്ടമൈതാനത്ത് ഏകദേശം 25,000-ലധികം ആളുകൾ എത്തി എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ സംഘാടകർക്കും പോലീസിനും വീഴ്ച പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തിക്കിലും തിരക്കിലും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട് 15 പേരാണ് ചികിത്സ തേടിയത്. അത്രയധികം ആളുകൾ തിങ്ങി നിറയുന്ന സാഹചര്യമായിരുന്നു. ഇടയ്ക്ക് പോലീസിന് ലാത്തി വീശേണ്ട ആവശ്യം വരെ ഉണ്ടായി. അതിനിടയിൽ ഈ ഷോ മുഴുവൻ അവസാനിപ്പിക്കാൻ കഴിയാതെ ഏതാനും ചില പാട്ടുകൾ പാടി വേടന് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രമാത്രം ഒരു തിരക്കാണ്. പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയിലധികം ആളുകളാണ് വേടനെ കാണാനായി ഈ വേദിയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് വലിയൊരു തിരക്ക് അവിടെ ഉണ്ടാവുകയും വേടന് ഏകദേശം ഒരു 4 പാട്ടുകൾ പാടി മടങ്ങുകയാണ് ചെയ്തത്. ശരി. വേടന്റെ പരിപാടിയിലാണ് വലിയ തിരക്ക്. അവസാനം പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. 10-15 പേർക്ക് പരിക്കേറ്റു എന്നാണ് സ്ഥിതി.